Welcome to my kitchen. ഇന്നത്തെ റെസിപ്പി വൻപയർ കറി. പയർ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചുവന്ന പയറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് പയർ തലേ ദിവസം വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ്. കുതിർത്തി വെച്ചത് വേഗം വേവാൻ വേണ്ടിയിട്ടാണ്. കുതിർത്തി വെച്ച പയർ നന്നായി കഴുകിയതിന് ശേഷം ഒരു കുക്കറിലിട്ട് ആവശ്യത്തിന് ഉപ്പും 1/4 കപ്പ് വെള്ളവും ചേർത്ത് 2 വിസിൽ വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക. പയർ കുതിർത്തിയ കാരണമാണ് 2 വിസിലെന്ന് പറഞ്ഞത്. കുതിർത്താത്ത പയറാണെങ്കിൽ ഒരു 5 വിസിലൊക്കെ വേണ്ടി വരും. പിന്നെ ഈ കറിക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് തേങ്ങ ചിരകിയത്, 2 ചെറിയ ഉള്ളി, കുറച്ച് കറിവേപ്പില, ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യണം. എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ചെറിയ തീയിൽ വെച്ചിട്ട് ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്യും. അതിനുശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ടും ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റുക. പൊടിയുടെയൊക്കെ പച്ചമണം മാറിയതിന് ശേഷം ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. ചൂടാറിയതിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കണം. നല്ല നൈസായിട്ട് അരച്ചെടുക്കണം. അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം. അരപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ അടുപ്പിൽ വെച്ച് ഗ്യാസ് ഓൺ ചെയ്തു. അതിന് ശേഷം നേരത്തെ വേവിച്ച് വെച്ച പയർ ഈ പാത്രത്തിലേക്ക് മാറ്റി കുറച്ച് വെള്ളം ഒഴിക്കണം. 1 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചിരിക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം അതിലേക്ക് അരച്ചു വെച്ച മസാലയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് എത്ര വെള്ളം കറിക്ക് ആവശ്യമുണ്ട് അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. മിക്സി കഴുകിയ വെള്ളമാണ്. അതിനുശേഷം അരപ്പിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒരു 5 മിനിറ്റ് നേരം നന്നായി തിളപ്പിക്കുക. തിളയെല്ലാം വന്നു. ഉപ്പ് വേണമെന്ന് ചെക്ക് ചെയ്യുക. ആദ്യം ഉപ്പിട്ട കാരണം ഉപ്പിടേണ്ട ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇടുക. കറി തയ്യാറായിട്ടുണ്ട്. ഇനി ഒന്ന് വറുത്തിടാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം 1/2 ടീസ്പൂൺ കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി ചേർക്കണം. ഞാനിവിടെ 5-6 ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പിലയിട്ട് ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റുക. ചെറിയ ഉള്ളിയെല്ലാം നന്നായി വഴന്നതിന് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ച് കറിയിലേക്ക് ഒഴിച്ച് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കണം. ഈ വറുത്തതിൻ്റെ ഫ്ലേവറെല്ലാം ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നേരം
അടച്ചു വയ്ക്കണം. അപ്പോൾ നമ്മുടെ കറി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.